ഇവനൊക്കെ എവിടെ നോക്കിയാണോ നടക്കുന്നത്? വന്നങ്ങ് ഇടിച്ചോളുക. എന്നിട്ട് എടുത്തോളാൻ പോലും. ഇങ്ങോട്ട് വരട്ടെ എടുക്കാൻ. ഞാനങ്ങ് നിന്ന് കൊടുക്കുമല്ലേ. എന്തായാലും ക്യാബിനിലേക്ക് ഇല്ല. മേ ഐ കമിൻ സർ? Is coming. You again? തന്നെ ആരാടോ ഇങ്ങോട്ടൊക്കെ പിടിച്ചു വിട്ടത്? അല്ല, എന്തിനാ വന്നേ? ദൈവമേ, കാലമാടന്റെ അടുത്താണല്ലോ ഞാൻ വന്ന് പെട്ടത്. അതെ, എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ജസ്റ്റ് ഗെറ്റ് ഔട്ട്. അത് പിന്നെ സാർ, ഐ ആം യുവർ ന്യൂ പി എ. ഓ എന്റെ ദൈവമേ, ഇത്ര പെട്ടെന്ന് നീ ഇങ്ങനെ മുമ്പിൽ കൊണ്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓ, അശ്വതി. ആ, ജാക്സൺ, ഇവരുടെ ക്യാബിൻ കാണിച്ചു കൊടുക്കുക. ഓക്കെ സർ. നോക്കടോ, ഇതാണ് ക്യാബിൻ. താങ്ക്സ് ബ്രോ. ബ്രോയുടെ പേര് ജാക്സൺ എന്നാണല്ലേ? ആടോ, എന്റെ പേര് ജാക്സൺ എന്നാ. അപ്പൊ താൻ വർക്കിൽ കയറിക്കോ, അപ്പൊ കാണാം. ഹലോ, ആരും സ്കിപ്പ് ചെയ്യല്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പോയിക്കോളാം. നമ്മുടെ കൊച്ച് ഗ്രാമത്തിൽ, മീൻസ് നമ്മുടെ ഹീറോയിൻ ഗ്രാമത്തിലാണ് വളർന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചവരോട് എല്ലാവരും ഇങ്ങനെ ഒരു മാറ്റി ചിന്തിക്കുന്ന, മീൻസ് എല്ലാവരും ഗ്രാമത്തിൽ വളർന്നതുകൊണ്ട് ഒരു പാവം കുട്ടിയായിട്ട് അല്ലേ എല്ലാവരും കാണിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി പിടിച്ചാലോ, എന്താ നമ്മുടെ കൊച്ചിനെ ഇച്ചിരി എന്താ ഒരു നല്ലൊരു ക്യാരക്ടർ, അത് മീൻസ് കുറച്ച് എന്താ അത്യാവശ്യം നല്ല രീതിക്ക് സംസാരിക്കാൻ അറിയാവുന്ന ക്യാരക്ടർ ആക്കിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ എൻ്റെ ഐഡിയ തെളിഞ്ഞാണ് നമുക്ക് എന്താ കൊച്ചിനെ ഇച്ചിരി കൂടി വായാടിയാക്കാം. അങ്ങനൊരു ക്യാരക്ടറാണ് എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്. അപ്പം ഞാൻ ഓർത്തു അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഇതിനിപ്പോൾ എന്താണ് എന്ന് ആലോചിച്ചു. എല്ലാവരും പാവമാവണമേ എന്നില്ലല്ലോ. സോ ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ ആൾക്ക് അങ്ങനൊരു ക്യാരക്ടർ കൊടുത്തത്. അതുമല്ല, നമ്മുടെ സ്റ്റോറിയിൽ ആളിങ്ങനെ അല്ലാതെ എന്താ വളരെ പാവമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെക്കൻ വന്ന് നമ്മുടെ കടുവ വന്ന് മണ്ടയ്ക്ക് കയറില്ലേ. അപ്പം അതാലോചിക്കണ്ടേ. അപ്പം ഞാൻ ഈ ഒരു കാര്യം പറയാനായിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കാണുന്നവരെ ലൈക്ക് അടിച്ച് പോകുന്നതല്ലാതെ കമൻ്റ് ഇടുന്നില്ല കേട്ടോ. ഇപ്പം ഇത് സ്കിപ്പ് ചെയ്യുക, അതൊക്കെ എൻ്റെ കേൾക്കുക കേട്ടോ. കമൻ്റ് ഇടുക, എല്ലാവരും നല്ല കമൻറ്റ്സ് ഒക്കെ ഇടുക കേട്ടോ. പെട്ടെന്ന് ഞാൻ ഇടാൻ നോക്കാം. എനിക്ക് കഴിഞ്ഞ ആഴ്ച വയ്യായിരുന്നു, അതാണ് ഞാൻ ഇടാഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം കേട്ടോ. അങ്ങേരുടെ വായിലുള്ളത് മുഴുവൻ ഇനി കേൾക്കേണ്ടി വരും. വയ്യ, പി എ ആയി പോയില്ലേ. എന്നെ പറയുന്നതിന് ഉറപ്പായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ വീട്ടിൽ ചെന്നാലും ഒരു സമാധാനമില്ല. ഏത് നേരം നോക്കിയാലും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വീട്ടിലാണെ ഒരു കല്യാണ കാര്യം പറഞ്ഞോണ്ട് വരും. ഓ, മടുത്തു മനുഷ്യൻ. ബോസ് വരുന്നുണ്ട്. അശ്വതി, കം ടു മൈ ക്യാബിൻ. ഫയല് ചോദിക്കാനായിരിക്കും ഉറപ്പാ. ഇന്നും കണക്കിന് കിട്ടും. എനിക്ക് മടുത്തു. ആ, അശ്വതി, ഫയൽ കാണിക്കുക. അത് പിന്നെ സർ, ഫയൽ കംപ്ലീറ്റ് അല്ല. വാട്ട്? തോന്നുമ്പോ കംപ്ലീറ്റ് ചെയ്യാനല്ല ഞാൻ നിങ്ങക്ക് ശമ്പളം തന്നു നിർത്തിയിരിക്കുന്നത്. അത് പിന്നെ സാർ, എനിക്ക് തന്റെ എക്സ്ക്യൂസുകളൊന്നും കേൾക്കണ്ട. സോറി സർ, ഞാൻ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചോളാം. സർ, പിന്നെ എനിക്ക് ഈ ആഴ്ച ലീവ് വേണമായിരുന്നു. എന്തിന്? അത് പിന്നെ ഒരു പെണ്ണ് കാണലുണ്ടായിരുന്നു സർ. ഓ, പെണ്ണ് കാണലോ. താൻ ചെല്ല്. ഓക്കെ സർ. ആ അശ്വതി, ഞാൻ ഹെൽപ്പ് ചെയ്യടോ തന്നെ. അത് പിന്നെ വേണ്ടടോ, ഞാൻ തന്നെ ചെയ്തോളാം. അതിനെന്താടോ, നമുക്ക്. ഓ, താങ്ക് യു ജാക്ക്. നീ ഇല്ലായിരുന്നു ഞാൻ പെട്ടുപോയാ. ഇവനെന്താണോ ദൈവമേ അവളുടെ അടുത്ത് പോയി കാണിക്കുന്നേ. ആ പിന്നീടോ, നമ്മള് അങ്ങനൊന്നും വിചാരിക്കണ്ട, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അശ്വതി, കം ടു മൈ ക്യാബിൻ. സാർ എന്തിനാ വിളിച്ചെന്ന് പറഞ്ഞില്ല. തനിക്ക് ഞാൻ ശമ്പളം തരുന്നത് ഇവിടെ കടന്ന് കണ്ടവന്മാരുടെ കൂടെ ഇതാക്കാനല്ല. ജോലി സമയത്ത് ജോലി എടുക്കണം, അല്ലാതെ ലീവ് സ്റ്റോക്കിന് പോയല്ലേ ചെയ്യണേ. തർക്കിക്കാൻ നാക്കിന് നല്ല നീളവാ. എന്നിട്ട് അവള് കടന്ന് മൂന്ന് കണ്ടില്ലേ. സോറി സാർ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ആ, എന്നാ താൻ ചെല്ല്. ഹലോ,